ആരെന്തൊക്കെ പറഞ്ഞാലും ഇന്നത്തെ മാച്ച് നമ്മൾ ഡോമിനേറ്റ് ചെയ്ത് തന്നെയാണ് സണ്ടർലാൻഡിനെതിരെ 2-0 ജയിച്ചത്. അപ്പം ഈ ഒരു മാച്ച് ജയിച്ചതിലൂടെ എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മാച്ച് ജയിച്ചതിലൂടെ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയ ആൾ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ശരിക്കും റൂബൻ അമോറിമിനാണ്. ഇനിയിപ്പം ഈ ഒരു 2 ആഴ്ച കാലത്തേന് പുള്ളിക്ക് നല്ല മനസ്സമാധാനം കിട്ടും. അല്ലായിരുന്നെങ്കിൽ ഈ മാച്ച് തോക്കുകയോ ഈവൻ ഡ്രോ ആയിരുന്നെങ്കിൽ പോലും അമോറിമിന് കടക്കപ്പുറത്ത് കൊടുക്കത്തില്ലായിരുന്നു. അതിപ്പം മീഡിയ ആണെങ്കിലും നമ്മൾ ഫാൻസ് ആണെങ്കിലും ഒക്കെ നമ്മൾ പല പരിപാടിയായിട്ട് ഇറങ്ങിയാൽ നമ്മൾ ഒലിവർ ഗ്ലാസ്നർ, ചാവി, ഇറൗള, അപ്പം ഇങ്ങനത്തെ പേരുകളൊക്കെ ആയിട്ട് നമ്മൾ ഏറ്റവും മുന്നിൽ ഇറങ്ങിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ജയം എന്ന് പറയുന്നത് റൂബൻ അമോറിമിനെ സംബന്ധിച്ച് പുള്ളിക്ക് ഭയങ്കര ഒരു മനസ്സമാധാനം കിട്ടുന്ന ഒരു ജയമാണ്. പിന്നെ നമ്മൾ മാച്ചിൻ്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ, ഇന്നത്തെ മാച്ച് ജയിച്ചതിലൂടെ നമ്മൾ എല്ലാം നേടി, നമ്മുടെ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും ഒരു പരിഹാരമായി എന്നാണ് എല്ലാവരും കരുതുന്നു എങ്കിൽ എനിക്ക് അതിനോട് യോജിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇന്നത്തെ മാച്ചിൽ സണ്ടർലാൻഡ് നമ്മളെ പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്തില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മുടെ വീക്ക്നെസ്സിനെ പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ടീമുകളെയൊക്കെ നമ്മൾ ഫേസ് ചെയ്തപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷേ സണ്ടർലാൻഡ് പോണക്കത്തെ ടീമുകൾ, ഇങ്ങനത്തെ ചെറിയ ടീമുകൾ, സണ്ടർലാൻഡ്, ഫുൾഹാം, പിന്നെ ലാസ്റ്റ് കളിച്ച ബ്രെൻഫോർഡ്, അപ്പോൾ ഇങ്ങനത്തെ ടീമുകളൊക്കെ അവർ ടെക്നിക്കലി എന്താണെങ്കിലും നമ്മളെക്കാളും സുപ്പീരിയർ അല്ല. അപ്പോൾ ആ ഒരു ടെക്നിക്കൽ അഡ്വാൻറ്റേജ് നമുക്കുള്ളത് കൊണ്ട് തന്നെ അവരുടെ ആ ഒരു ബി ഗെയിം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു എ ഗെയിം എന്ന് പറയുന്നത് ആ ഒരു ഫിസിക്കാലിറ്റിയാണ്. ഫിസിക്കാലിറ്റിയുടെ കാര്യത്തിൽ നമ്മളെ ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഈ ഒരു ഫുൾഹാം ആണെങ്കിലും അതുപോലെ തന്നെ ബ്രെൻഫോർഡൊക്കെ ആണെങ്കിലും ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ സണ്ടർലാൻഡ് പോണക്കത്തെ ഒരു ടീമിനെ എനിക്ക് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ ഫിസിക്കലി അത്ര ഇമ്പോസിങ് ആയിട്ടുള്ള ടീമല്ല. ഫിസിക്കലി നമ്മളെ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമല്ല സണ്ടർലാൻഡ്. അതുകൊണ്ട് തന്നെ ഗെയിമിൻ്റെ ആ ഒരു ആസ്പെക്റ്റിൻ്റെ കാര്യത്തിലും അവർ പുറകോട്ട് പോയി. ടെക്നിക്കലി എന്താണെങ്കിലും നമ്മളെക്കാളും പുറകെ നിൽക്കുന്ന ടീമാണ് സണ്ടർലാൻഡ്. പക്ഷേ ഫിസിക്കാലിറ്റിയുടെ കാര്യത്തിലും അവർ നമ്മളെക്കാളും പുറകിലായി. അപ്പം അവർക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെ പ്രോപ്പറായിട്ട് നമ്മുടെ വീക്ക്നെസ്സിനെ ടെസ്റ്റ് ചെയ്യാൻ അവർ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അവർ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബാക്കിൽ നിന്ന് ആ ഒരു ബിൽഡ് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ നമ്മുടെ ബാക്കിൽ നിന്നുള്ള ഒരു ബിൽഡിങ് അത്ര സ്മൂത്തർ അല്ലാതാക്കാനുള്ള ഒരു ശ്രമം അവർ നടത്തിയിട്ടുണ്ട്. അതിനുവേണ്ടി അവർ മിഡ്ഫീൽഡിനെ ഓവർലോഡ് ചെയ്ത് നമ്മുടെ ആ ഒരു 2 മാൻ മിഡ്ഫീൽഡിനെ ചുറ്റിനും കൂടുതൽ ആൾക്കാരെ അല്ലെങ്കിൽ ക്രൗഡഡ് ആക്കി അതുവഴി ബിൽഡ് ചെയ്യാനുള്ള ഒരു ശ്രമത്തെ ഒരു പരിധി വരെ അവർ തടഞ്ഞിട്ടുണ്ട്. എങ്കിലും നമ്മുടെ ആദ്യത്തെ ആ ഒരു ഗോൾ, അല്ലെങ്കിൽ ആ ഒരു മേസൺ മൗണ്ടിൻ്റെ ഗോൾ നോക്കിയാൽ നമ്മൾ ഓൾമോസ്റ്റ് 18 പാസിൻ്റെ ഒടുവിലാണ് അങ്ങനത്തെ ഒരു ഗോൾ നമ്മൾ അടിച്ചത്. പക്ഷേ ത്രൂ ഔട്ട് ദ മാച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ട്, അവരുടെ ആ ഒരു മിഡ്ഫീൽഡൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബോൾ പ്രോഗ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടിയത് കൊണ്ട് തന്നെ നമ്മൾ സെനെ ലാമൻസിനെയൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ലോങ് ബോൾസ് കളിച്ചാണ് ബോൾ പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ഫൈനൽ തേർഡിലോട്ട് ബോൾ എത്തിച്ച് അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിച്ചത്. അപ്പം ഇന്നത്തെ മാച്ചിൽ നോക്കിയാൽ സെനെ ലാമൻസ് 38 ലോങ് ബോൾസ് ആണ് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ലോങ് ബോൾസ് അറ്റംപ്റ്റ് ചെയ്യുന്നു. ഇപ്പം നമ്മുടെ സെസ്കോ ആണെങ്കിലും അതുപോലെ തന്നെ എംബിമോ, ഇങ്ങനത്തെ ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് ലോങ് ബോൾസ് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു സെക്കൻഡ് ബോൾസ് എങ്ങനെയും ജയിക്കുക, കുറേ സെക്കൻഡ് ബോൾസ് ജയിച്ചിട്ടുണ്ട് യുണൈറ്റഡ്. അപ്പോൾ അങ്ങനെ ജയിച്ച് അറ്റാക്കിലോട്ട് പോകാനാണ് യുണൈറ്റഡ് ശ്രമിച്ചിട്ടുള്ളത്. അത് ഫിസിക്കലി യുണൈറ്റഡിനെ ആ രീതിയിൽ ത്രട്ടൺ ചെയ്യുന്ന ടീം അല്ല സണ്ടർലാൻഡ്. അതുകൊണ്ട് നമുക്ക് സെക്കൻഡ് ബോൾസൊക്കെ ജയിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ നോക്കിയാൽ നമുക്കുള്ള വേറൊരു ഫോൾട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത്, ട്രാൻസിഷൻസിൽ ഓപ്പോസിഷൻ നമ്മളെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റെസ്റ്റ് ഡിഫൻസ്, പെട്ടെന്ന് നമ്മൾ പൊസിഷൻ ലൂസ് ചെയ്ത് അവരെ അറ്റാക്ക് ചെയ്യുന്ന സമയങ്ങളിൽ നമ്മുടെ ആ ഒരു ഹൈ ലൈൻ, അല്ലെങ്കിൽ ആ ഒരു റെസ്റ്റ് ഡിഫൻസീവ് ഷേപ്പ് കുറച്ച് മോശമായിരിക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു അഡ്വാൻറ്റേജിൽ കളിക്കാനാണ് ഓപ്പോസിഷൻ ശ്രമിക്കാറ്. നമ്മുടെ ആ ഒരു വീക്ക്നെസ്സിനെ അഡ്വാൻറ്റേജ് ആക്കി മാറ്റി കളിക്കാൻ അവർ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇന്നത്തെ മാച്ചിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ അറ്റാക്സ് കൂടുതൽ സണ്ടർലാൻഡിൻ്റെ അറ്റാക്കിൻ്റെ സമയത്ത് നമുക്ക് ആ ഒരു സമയം തന്നിട്ടുണ്ട്, ആ ഒരു എക്സ്ട്രാ സമയം തന്നിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ഡിഫൻസീവ് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സമയം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡിഫൻസീവ് ഷേപ്പ് നോക്കിയാൽ ഏകദേശം ഒരു 4-4-2 അല്ലെങ്കിൽ ഒരു എന്നാ പറയുന്നത് 5-3-2 എന്നൊക്കെ പറയാവുന്ന ഫോർമേഷനിലോട്ട് യുണൈറ്റഡ് ആ ഒരു ഡിഫൻസീവ് ഷേപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അപ് ടോപ്പ് നിങ്ങൾ നോക്കിയാൽ 2 ടാർഗറ്റ് മാൻ, സെസ്കോ അതുപോലെ തന്നെ എംബിമോ, ഈ രീതിയിലാണ് നമ്മുടെ ഒരു എന്നാ പറയുന്നത് ഓഫ് ദ ബോൾ ഷേപ്പ് ഇതായിരുന്നു. അപ്പോൾ ആ ഒരു ഷേപ്പിലോട്ട് എത്താനായിട്ട്, ആ ഒരു കോമ്പാക്ട്നെസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സമയം നമുക്ക് എക്സ്ട്രാ സണ്ടർലാൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഫാക്ടേഴ്സൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഇവർക്ക് പ്രോപ്പറായിട്ട് നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞത് ഇങ്ങനത്തെ കുറച്ച് ഫാക്ടേഴ്സൊക്കെ വെച്ചിട്ടാണ്. പക്ഷേ നമ്മുടെ ഈ ഒരു മാച്ചിലെ നമ്മുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത്
നമുക്ക് വേണ്ടി ഇന്ന് ഡെബ്യൂ ചെയ്ത നമ്മുടെ ഗോൾ കീപ്പർ സെനെ ലാമൻസ് ആണ്. സെനെ ലാമൻസ് മാച്ചൊക്കെ കഴിയുമ്പോഴത്തേനും 8.6 റേറ്റിങ്ങോടെ പ്ലെയർ ഓഫ് ദ മാച്ചൊക്കെ ആയി മാറി. അത് മാത്രമല്ല ഈ സീസണിലെ ആദ്യത്തെ ക്ലീൻ ഷീറ്റ് എന്ന് പറയുന്നത് സെനെ ലാമൻസിൻ്റെ ഡെബ്യൂ മാച്ചിലാണ്. സെനെ ലാമൻസും അതുപോലെ തന്നെ യുണൈറ്റഡിനും ഒക്കെ കരസ്ഥമാക്കാൻ സാധിച്ചത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് കഴിഞ്ഞ ജൂലൈയിൽ ലീഡ്സിനെതിരെ എങ്ങാണ്ടായിരുന്നു കഴിഞ്ഞ സീസണിലെ ആ ഒരു ലാസ്റ്റ് ക്ലീൻ ഷീറ്റ് വന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇത്രയും ഒരു ഗ്യാപ്പിൽ 6-7 മത്സരം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ആ ഒരു ആദ്യത്തെ ക്ലീൻ ഷീറ്റ് വന്നത്. ശരിക്കും സെനെ ലാമൻസ് ഗോളിൽ നിൽക്കുമ്പോഴത്തേനും എനിക്ക് സെനെ ലാമൻസിനെ പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്ത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ടെസ്റ്റ് ചെയ്ത് കണ്ടത് ശരിക്കും ആ ഒരു ടെസ്റ്റിങ് പരിപാടികൾ കണ്ടത് ശരിക്കും ഒരു 10-43 മിനിറ്റൊക്കെ ആയപ്പോഴത്തേനുമാണ് അവർ ആ ഒരു ഗ്രാനൈറ്റ് സാക്കയുടെ ആ ഒരു ഷോട്ട് ഡൈവിങ് സേവ് ഒക്കെ പുള്ളി നടത്തുന്നുണ്ട്. അപ്പോൾ അതാണ് പുള്ളിയുടെ ആ ഒരു ആദ്യത്തെ ഒരു ഇംപ്രഷൻ, നമ്മുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ. ഈ ഒരു പ്രോപ്പർ ടെസ്റ്റ് സെനെ ലാമൻസിനെതിരെ ആ ഒരു പ്രോപ്പർ ഷോട്ട് വന്നത് ആ സമയത്താണ്. ആ സമയത്ത് പുള്ളി ഡൈവിങ് സേവ് നടത്തുന്നു. അത് കഴിഞ്ഞുള്ള പുള്ളിയുടെ ഡിസ്ട്രിബ്യൂഷൻസ്, അല്ലെങ്കിൽ അതിന് മുന്നേ ആണെങ്കിലും ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ ഓക്കെയാണ്. ഞാൻ പറഞ്ഞ പോലെ 38 ലോങ് ബോൾസാണ് അറ്റംപ്റ്റ് ചെയ്തത്. ഏകദേശം 32% എന്നാ പറയുന്നത് പാസിങ് അക്യുറസി അല്ലെങ്കിൽ ലോങ് ബോൾ ആക്യുറസി ഒക്കെയാണ് പുള്ളിക്കുള്ളത്. ആദ്യത്തെ മാച്ചാണ്, പ്രീമിയർ ലീഗാണ്, പുതിയ ടീമാണ്, അതിൻ്റെയൊക്കെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കൊടുക്കണം. എങ്കിലും നമ്മൾ പല ലോങ് ബോൾസും വിൻ ചെയ്യാൻ നമ്മുടെ പ്ലെയേഴ്സിന് പറ്റിയിട്ടുണ്ട്. കൺവിൻസിങ് ആണ്, പുള്ളിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്ന ആ ഒരു ലോങ് ബോൾസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അത് മാത്രമല്ല നമ്മൾ നോക്കിയാൽ ഈ ഒരു പ്ലെയർ ഡൈവിങ് സേവ് നടത്തുന്നു. അതുപോലെ തന്നെ 1v1 വന്ന സമയത്ത് കാലുകൊണ്ട് ആ ഒരു ബ്ലോക്ക് നടത്തുന്നു. പിന്നെ ഒരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ പറയുന്നത്, നമ്മളെല്ലാവരും കുറച്ചൊരു നെർവസ് ആയൊരു മൊമെൻ്റ് എന്ന് പറയുന്നത് പുള്ളി ബോക്സിന് പുറത്തോട്ട് ചാടി വന്ന ആ ഒരു സമയത്താണ്. ട്രയോറയ്ക്ക് എഗൻസ്റ്റ് ആയിട്ട് വന്ന ആ ഒരു സമയം. ആ സമയത്ത് കുറച്ചൊരു ഫംബിൾനെസ് ഫീൽ ചെയ്തു. പക്ഷേ ആദ്യത്തെ മാച്ച് കളിക്കുന്ന ഒരു പ്ലെയറിനെ സംബന്ധിച്ച് നമുക്കതൊക്കെ ക്ഷമിക്കാവുന്നതും പൊറുക്കാവുന്നതുമായിട്ടുള്ള കാര്യമാണ്. പിന്നെ നിങ്ങൾ നോക്കിയാൽ ബോക്സിലോട്ട് വരുന്ന ക്രോസസിലൊക്കെ നമ്മുടെ ഡിഫൻസ് ആടി ഉലയും. കാരണം ബൈന്ദർ പോണക്കത്തെ ഗോൾ കീപ്പർ ഈ ക്രോസസ് കാണുമ്പോൾ പുള്ളിയുടെ മുട്ടിടിക്കും. പുള്ളി എപ്പോഴും പഞ്ച് ചെയ്യും, അല്ലെങ്കിൽ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ലാത്ത അവസ്ഥ. പഞ്ച് ചെയ്യുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റിൻ്റെ പ്ലെയേഴ്സിൻ്റെ വായിലോട്ട് കൊണ്ട് പഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല. വളരെ കൂളായിട്ട് പുള്ളി അങ്ങനത്തെ ബോൾസിനെയൊക്കെ, ഇപ്പം ഇങ്ങനത്തെ ലോങ് ബോൾസ് അല്ലെങ്കിൽ ഹൈ ബോൾസിനെയൊക്കെ ക്ലെയിം ചെയ്ത് ക്യാച്ച് ചെയ്ത് ത്രെട്ട് അവിടെ വെച്ച് ഒഴിവാക്കാനുള്ള ആ ഒരു കഴിവുണ്ടെന്ന് ഇന്നത്തെ മാച്ച് കണ്ടപ്പം തോന്നി. ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ടുള്ള ഡെബ്യൂ ആണ് ശരിക്കും സെനെ ലാമൻസിൻ്റെ ഇന്നത്തെ ഡെബ്യൂ. ഇതിൽ നിന്ന് മുന്നോട്ട് ആ ഒരു ബിൽഡ് ചെയ്ത് മുന്നോട്ട് പുള്ളിക്ക് പോകാൻ പറ്റട്ടെ എന്ന് മാത്രം ഒരാഗ്രഹമുണ്ട്. പിന്നെ നമ്മുടെ സെസ്കോയുടെ കാര്യം നോക്കിയാലും സെസ്കോ ഇന്ന് തുടർച്ചയായിട്ട് രണ്ടാമത്തെ മാച്ചിൽ പുള്ളി ആ ഒരു ഗോൾ സ്കോർ ചെയ്തു. സെസ്കോയ്ക്ക് ഇന്നത്തെ മാച്ചിൽ എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ സെസ്കോയ്ക്ക് അറ്റ്ലീസ്റ്റ് ഗോൾ സ്കോർ ചെയ്തിട്ട് ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. ആ ഒരു ചാടിയുള്ള പുള്ളിയുടെ ആ ഒരു സെലിബ്രേഷനൊക്കെ ആണല്ലോ. അപ്പോൾ അതൊക്കെ ഇന്നത്തെ മാച്ചിൽ കാണാൻ പറ്റി. കഴിഞ്ഞ മാച്ചിൽ പുള്ളിക്ക് ആ ഒരു സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. പിന്നെ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ ഈ ഒരു സെസ്കോ എന്ന് പറയുന്ന പ്ലെയർ ഗ്രാജുവലി ടീമുമായിട്ട് കുറേയും കൂടെ എന്നാ പറയുന്നത്, ആ പ്ലെയേഴ്സ് തമ്മിലുള്ള ആ ഒരു കണക്ഷനും ടീമുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ കുറച്ചുകൂടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓരോ മാച്ച് കഴിയുമ്പോഴത്തേനും പുള്ളി കുറേ കൂടെ ഗെയിമിൽ ഇൻവോൾവ് ആകുന്നുണ്ട്. കുറച്ചുകൂടെ ഡ്രോപ്പ് ചെയ്ത് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനും ആ ഒരു റണ്ണേഴ്സിന്, ഇപ്പോൾ എംബ്യൂമോ ആണെങ്കിലും മൗണ്ടിനെയൊക്കെ ആണെങ്കിലും അവരുടെ റൺസിനെ ഫൈൻഡ് ചെയ്യാനുള്ള ശ്രമമൊക്കെ സെസ്കോ നടത്തുന്നുണ്ട്. ഇന്നത്തെ മാച്ചിൽ 2 ചാൻസ് പുള്ളി ക്രിയേറ്റും ചെയ്തിട്ടുണ്ട്, ഒരു ഗോള് അടിച്ചത് കൂടാതെ. അപ്പം അതുകൊണ്ട് തന്നെ പുള്ളി ഗ്രാജുവലി, ഇപ്പം ടച്ചസിൻ്റെ കാര്യം നോക്കിയാൽ ഭയങ്കരമായിട്ടുള്ള ടച്ചസും അത്രയൊന്നുമില്ല, 38 ടച്ചസ് എന്താണ് ഇന്നത്തെ മാച്ചിൽ പുള്ളിക്കുള്ളത്. പക്ഷേ നമ്മൾ നോക്കിയാൽ ഗെയിമിൽ പ്രോപ്പറായിട്ട് ഇൻവോൾവ് ആകുന്നുണ്ട്, ഗോളുകൾ സ്കോർ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സ്ട്രൈക്കറിൻ്റെ ഭാഗത്തും നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ഗ്രാജുവലി ഈ ഒരു കോൺഫിഡൻസിൽ മുന്നോട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഈ ഒരു പ്ലെയറിന് പറ്റണം. പിന്നെ അമാദ് ഡിയാലോ ആണെങ്കിലും നമുക്ക് ഇന്നത്തെ മാച്ച് ശരിക്കും അമാദ് ഡിയാലോ ഭയങ്കര ഒരു എന്നാ പറയുന്നത്, ഈ സീസണിലെ പുള്ളിയുടെ ഏറ്റവും നല്ല മാച്ചായിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് പുള്ളി അറ്റാക്ക് ചെയ്യുന്ന കാര്യം നമുക്കറിയാം അമാദ് ഡിയാലിൻ്റെ, പക്ഷേ ഡിഫെൻഡ് ചെയ്യുന്ന കാര്യം, ബാക്കിൽ ട്രാക്ക് ബാക്ക് ചെയ്ത് പോയി ഡിഫെൻഡ് ചെയ്യുന്നു. ശരിക്കും ഇന്നത്തെ മാച്ചിൽ ഈ ഒരു കുണിയയ്ക്ക് പകരം മൗണ്ടിനെ ആണല്ലോ നമ്മുടെ അമോറിം സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നമുക്ക് കണ്ടാൽ തന്നെ അറിയാം മൗണ്ടിനെ സ്റ്റാർട്ട് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ആ ഒരു ഡിഫെൻസീവ് വർക്ക് റേറ്റ് തന്നെയാണ്. കുണിയായ യൂസ് ചെയ്യുമ്പോൾ കുണിയ വന്നു കഴിഞ്ഞപ്പം ശരിക്കും എംബ്യൂമോ ആണ് മിഡ്ഫീൽഡിലോട്ട് ആ ഒരു ഡിഫെൻസീവ് വർക്ക് റേറ്റിന് വേണ്ടി ഡ്രോപ്പ് ചെയ്തിട്ട് കുണിയയും സെസ്കോയാണ് അപ് ടോപ്പ് നിന്നത്. അപ്പോൾ ആ ഒരു എക്സ്ട്രാ വർക്ക് റേറ്റ് മൗണ്ട് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മൗണ്ടിനെ ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്. മൗണ്ട് ഗോളും കൂടെ സ്കോർ ചെയ്തപ്പോഴത്തേനും
പിന്നെ ഒന്നും പറയാനില്ല. ശരി, മൗണ്ടിൻ്റെ സ്റ്റാർട്ടിങ് ഈ ഒരു കുണിയുടെ സ്റ്റാർട്ടിങ് പോലെ തന്നെയായിരുന്നു. യുണൈറ്റഡിൽ വന്നപ്പോൾ പുള്ളി അത്ര കോൺഫിഡൻ്റ് അല്ലായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ടീമുമായിട്ടുള്ള ഒരു കണക്ഷൻ ആ ഒരു ഇനീഷ്യൽ ഫേസിൽ നമ്മൾ ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ ഈ ഒരു സീസണിൽ പയ്യെ ടീമുമായിട്ടുള്ള ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുന്നു, ഗോളുകൾ സ്കോർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഗെയിം പ്ലേയിൽ കുറേ കൂടെ നല്ല രീതിയിൽ ഇൻവോൾവ് ചെയ്യാനൊക്കെ മൗണ്ടിന് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുണിയ ഗ്രാജുവലി പുള്ളിയുടെ ആ ഒരു എന്താ പറയുക ടീമുമായിട്ട് ആ ഒരു കണക്ഷൻ, ആ ഒരു കണക്റ്റൊക്കെ ബിൽഡ് ചെയ്ത് മൗണ്ടിനെ പോലെ പെർഫോം ചെയ്യാൻ പുള്ളിക്കും പറ്റട്ടെ. മൗണ്ടിൻ്റെ ഉള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് പുള്ളിയുടെ ഇഞ്ചുറിയാണ്. ഇഞ്ചുറി എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ മൗണ്ട് നമുക്ക് നല്ലൊരു പ്ലെയർ, നല്ലൊരു ഔട്ട്പുട്ട് തരും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ഇന്നത്തെ മാച്ചിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ മാച്ച് ആ ഒരു ഡിഫൻസിൻ്റെ കാര്യത്തിൽ എല്ലാവരും ഭയങ്കരമായിട്ട് പുകഴ്ത്തുന്നുണ്ട്. ഇപ്പോൾ ലെനി യൂറോ ആണെങ്കിലും ഡെലീറ്റ് ആണെങ്കിലും ലൂക്ക് ഷോ ആണെങ്കിലും. ഇപ്പോൾ ഇതായിരിക്കണം നമ്മുടെ ഒരു എന്താ പറയുക ഫസ്റ്റ് ചോയ്സ് ഡിഫൻസ് എന്നാണ് എൻ്റെയും അഭിപ്രായം. പക്ഷേ ഇന്ന് പ്രോപ്പറായിട്ട് നമ്മുടെ ഹൈലൈൻ ഡിഫൻസിനെ ഒന്നും ടെസ്റ്റ് ചെയ്യാൻ ആ ഒരു ടീമിന് പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവരെ പൊക്കിയടിക്കാൻ തയ്യാറല്ല. പക്ഷേ ഇന്നത്തെ മാച്ചിൽ അവർ നന്നായിട്ട് ഡിഫെൻഡും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ മാച്ചിൽ നമ്മുടെ ഒരു മോശം പ്ലെയർ എന്ന് പറയാൻ പറ്റുന്നൊരു പ്ലെയർ എന്ന് പറഞ്ഞാൽ ഡാലോ ആണ്. ഡാലോ പാസസ് ലൂസ് ചെയ്യുന്നു, ക്രോസസ് കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പം ഡാലോ ആണെങ്കിലും അതുപോലെ തന്നെ ഡോർഗു ആണെങ്കിലും ഈ രണ്ട് പ്ലെയേഴ്സ് കാരണം ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള അറ്റാക്കിൻ്റെ കാര്യത്തിൽ നമുക്ക് ഭയങ്കര ഒരു കുറവുണ്ട്. കാരണം അപ്പുറത്ത് അമാദ് ആ ഒരു ഓവർലാപ്പിംഗ് റൺസും കാര്യങ്ങളൊക്കെ നടത്തി ആ സൈഡിൽ നിന്ന് അറ്റാക്സ് കൂടുതൽ വരുന്നുണ്ട്. പക്ഷേ ഈ സൈഡിൽ ആകെപ്പാടെ ഇൻറ്റീരിയറുള്ള മിഡ്ഫീൽഡർ എന്തെങ്കിലും ചെയ്താലായി അപ്പുറത്ത് നിൽക്കുന്ന ആ ഒരു എന്നാ പറയുന്നത് ഈ വിട്ട് ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന പ്ലെയറിൻ്റെ ഭാഗത്തു നിന്ന് അറ്റാക്കിംഗ് വൈസ് യാതൊരു ഇൻപുട്ടും ഇല്ല. ആകെപ്പാടെ ഡാലോ ചെയ്തൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയ വലിയ ത്രോയിൻസാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് മാച്ചിനെ പറ്റി പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ ഭിന്നം കമൻസ് ആയിട്ട് ഇടുക. ഇനിയിപ്പം 2 ആഴ്ചത്തെ യുണൈറ്റഡിൻ്റെ മാച്ച് ഇല്ല എന്നുള്ളത് ശരിക്കും ഭയങ്കര ഡിപ്രസിങ് ആയിട്ടുള്ള കാര്യമാണ്. തോക്കും എന്ന് പറഞ്ഞാലും യുണൈറ്റഡിൻ്റെ മാച്ചിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ശരിക്കും 2 ആഴ്ച തന്നെ മിസ് ചെയ്യും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. 9ാം സ്ഥാനത്തായിട്ടുണ്ട്. നമ്മൾ തിരിച്ചു വന്നിട്ട് 9ാം സ്ഥാനത്താണ്. ഇപ്പം കറണ്ട് പൊസിഷൻ വെച്ചിട്ട് പ്രീമിയർ ലീഗിൻ്റെ 9ാം സ്ഥാനത്ത് നമ്മൾ നിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്.